ഹായ് എവരി വൺ. ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബീഫ് മഞ്ഞളും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച ബീഫ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് അങ്ങ് ബീഫിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് തക്കാളി, വലിയ ഉള്ളി, മല്ലിയില, പുതിനയില, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കുക്കറിൽ നെയ്ച്ചോറ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ, വാഴയില എല്ലാം നെയ്യിലൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് സവാള കൂടെ ചേർത്ത് കൊടുത്ത് ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുത്ത് കുക്കാവാനായിട്ട് വെക്കാം. നേരത്തെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാലയാണിത് കേട്ടോ. അത് അടിവട്ടമുള്ള ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് അല്പം ഗരം മസാലയും മല്ലിയിലയും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെന്തിട്ടുള്ള നെയ്ച്ചോറ് ലെയർ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ ഒരു ലെയർ ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് ഗരം മസാലയും പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും കൂടെയാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ വീണ്ടും നെയ്ച്ചോറിട്ട് ഇതങ്ങ് ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ബിരിയാണി നമുക്ക് ദമ്മ് പൊട്ടിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. എന്നാൽ ഒരുപാട് വഴറ്റലുകളും ഒന്നും ഇല്ലാണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. താങ്ക്